സോ മക്കളെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോടാ. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? വിച്ച് among the following halides will not shows SN1 റിയാക്ഷൻ. ഇവിടെ തന്നിരിക്കുന്ന ഹാലൈഡ്സിൽ ആരാണ് SN1 റിയാക്ഷൻ തരാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇവരുടെ എല്ലാവരുടെയും ഹാലൈഡ് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കാർബോ കാറ്റോൺ വരയ്ക്കുക. അപ്പൊ ഫസ്റ്റത്തെ കേസിലാണെങ്കിൽ H2C ഡബിൾ ബോണ്ട് CH2 പ്ലസ്. ഇതൊരു അലൈലിക് കാർബോ കാറ്റോൺ ആണ്. ഇറ്റ് ഈസ് പ്രിറ്റി സ്റ്റേബിൾ. അതൊരു സ്റ്റേബിൾ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ബി എന്താ സംഭവിക്കുക? CH3CH ഡബിൾ ബോണ്ട് CH പ്ലസ്. ഒരു ഡബിൾ ബോണ്ടിന് മേലെ പോസിറ്റീവ് ചാർജ് വന്നു. വിനൈലിക് ആണ്. ഇറ്റ് വോണ്ട് ബി സ്റ്റേബിൾ. ഇത് സ്റ്റേബിൾ ആവില്ല. സോ ഇതെന്തായാലും SN1 റിയാക്ഷൻസിലേക്ക് തരില്ല. സോ നമുക്ക് എടുക്കാം, ഇത് SN1 റിയാക്ഷൻ തരില്ല. അടുത്ത ഏതാ മക്കളെ? അടുത്ത നോക്കുക, സി ബെൻസീൻ CH2 പ്ലസ്. ബെൻസിലിക് എന്താണ്? കാർബോകാറ്റോൺ ആണ്. ബെൻസൈലിക് കാർബോകാറ്റോൺ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഇതും നമുക്ക് എന്ത് കിട്ടും? തരുന്നതാണ്. ഇനി നിങ്ങൾ ഡി നോക്കിയാൽ CH3CH കാർബോകാറ്റോൺ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പോസിറ്റീവ് ചാർജ് CH3 സെക്കൻഡറി കാർബോകാറ്റോൺ ആണ്. അതും സ്റ്റേബിൾ ആണ്. സോ അതും നമുക്ക് എന്ത് ചെയ്യും? SN1 റിയാക്ഷൻ തരും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബി മാത്രമാണ് നമുക്ക് എന്ത് വരുന്നുള്ളൂ? കാർബോകാറ്റോൺ തരാത്തത്. സോ ആൻസർ ഈസ് ബി ഒള്ളി. അത് ഒരു കിട്ടുന്ന കാർബോകാറ്റോൺ സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യും? SN1 റിയാക്ഷൻ തരില്ല. SN1 റിയാക്ഷൻ കാണിക്കില്ല. എന്നാണ് നമ്മൾ ഇവിടുന്ന് കണ്ടെത്തുന്നത്.